തിരുവനന്തപുരം വർക്കലയിൽ ടൂറിസം മേഖലയിൽ സുരക്ഷ കർശനമാക്കണമെന്ന ആവശ്യം ശക്തം. അനധികൃതമായി നിരവധി ഹോം സ്റ്റേകളാണ് വർക്കല ക്ലിഫിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇന്റർപോൾ തിരയുന്ന വിദേശിയെ വർക്കലയിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരിക്കണം എന്നുള്ള ആവശ്യമുയരുകയാണ്. വർക്കല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം ഇന്റർപോൾ തിരയുന്ന ഒരു വിദേശിയെയാണ് അറസ്റ്റ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആവശ്യം കൂടുതൽ ഉയരുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഈ വർക്കലയിൽ കേന്ദ്രീകരിച്ച് ഒന്ന് ലഹരി മരുന്ന് ഉപയോഗം വ്യാപിപ്പിക്കുന്നതായി നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. വിദേശ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ആവശ്യത്തിനും കാലങ്ങളുടെ പഴക്കമുണ്ട്. പ്രത്യേകിച്ച് ക്ലിഫിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനധികൃതമായ റിസോർട്ടുകളുടെ കാര്യത്തിലൊക്കെ സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നുള്ള പരാതി അത് പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും ഒക്കെ പലവട്ടം ഉന്നയിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ പലപ്പോഴും ഇത്തരം സംവിധാനങ്ങൾ നടത്തുന്നവരുടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം നടത്തുന്നവരുടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനവും പണക്കൊഴുപ്പും ഒക്കെ കാരണം ഇത്തരം നടപടികളിലേക്ക് കാര്യങ്ങൾ പോകാറില്ല എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം. ഈ അനധികൃത ഹോം സ്റ്റേകളിലാണ് ഇപ്പോൾ നേരത്തെ പറയുന്ന രീതിയിലുള്ള വിദേശികളൊക്കെ വന്ന് നിയമപരമല്ലാതെ രാജ്യത്ത് തങ്ങുന്ന വിദേശികളടക്കമുള്ളവർ ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതടക്കമുള്ള വിഷയങ്ങൾ പലപ്പോഴായി ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ സുരക്ഷാ വിഷയങ്ങൾ പരിഹരിക്കണമെന്നുള്ളതും കൂടുതൽ ഈ ഹോം സ്റ്റേകളുടെ മറവിലൊക്കെ നടക്കുന്ന മറ്റ് ആശ്വാസകരമല്ലാത്ത കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യം ശക്തമായി പ്രത്യേകിച്ച് ഈ വർക്കലയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട അടിക്കടെ നിരവധി കേസുകൾ വർക്കലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ലഹരി ഉപയോഗിച്ച് ഒരു യുവാവ് സ്കൂളിൽ കയറി അക്രമമൊക്കെ നടത്തുന്ന സംഭവം ഉണ്ടായി. അതിന് തൊട്ട് മുൻപത്തെ മണിക്കൂറുകളിൽ തന്നെ ലഹരിയുമായി 3 യുവാക്കൾ പിടിയിലാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ലഹരി മരുന്ന് ഉപയോഗവും മറ്റ് ആശ്വാസകരമല്ലാത്ത പ്രവർത്തികളും വർക്കല കേന്ദ്രീകരിച്ച് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു ആവശ്യം പ്രത്യേകിച്ച് ഈ ഹോം സ്റ്റേകളുടെ കാര്യത്തിലൊക്കെ ഈ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കണമെന്നുള്ളൊരു ആവശ്യം ശക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച നിരവധി തവണ പോലീസിന് രഹസ്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ഈ ടൂറിസം മേഖലയായതിനാൽ തന്നെ വിദേശികളടക്കമുള്ള ആൾക്കാർ ഇതിൽ പങ്കാളികളാകുന്നു എന്നടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നില്ല തന്നെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകാത്തൊരു വിഷയമുണ്ട്. കാരണം അത് ടൂറിസത്തിന് തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയൊക്കെ കണക്കിലെടുത്ത് കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകാത്തതാണ് ഇത്തരം മേഖല കേന്ദ്രീകരിച്ച് ഇത്തരം കാര്യങ്ങൾ പെരുകുന്നത് എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ കാണാതെ പോകരുത്. കാരണം നേരത്തെ ഈ കുറ്റവാളികളും മറ്റ് രാജ്യാന്തര കുറ്റവാളികളും അടക്കമുള്ളവർ അക്കല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന അനധികൃത ഹോം സ്റ്റേകളിലൊക്കെ എത്തിയതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷയമുണ്ടായത്. പ്രത്യേകിച്ച് ഈ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്ന ലിത്വാനിയൻ പൗരൻ അലക്സേസ് ബെസിക്കോവിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ അറസ്റ്റോടെയാണ് ഈ വർക്കല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അനധികൃത റിസോർട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വീണ്ടും ഇപ്പോൾ സജീവമാകുന്നത്. കൃത്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ശരി, പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.